ഹായ്, ഇന്ന് നമുക്ക് ഹോട്ട് ടോപ്പിക്സിൽ നോക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവം പാർട്ട് 2 ആണ്. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം അത് കാണുക, അതിനുശേഷം വേണം ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ്, നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, വിധിയുടെ മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, പിന്നെന്താ അറിയപ്പെടുന്നത്? ലിറ്റിൽ കോർപ്പറൽ, വിധിയുടെ മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അസാധ്യം എന്നത് എന്റെ നിഘണ്ടുവിൽ ഇല്ല എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ചാൾസ് ഡിക്കൻസിന്റെ പുസ്തകമാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ചാൾസ് ഡിക്കൻസിന്റെ പുസ്തകമാണ് PYK എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നുള്ളത്. എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആരുടേതാണ്? ചാൾസ് ഡിക്കൻസിൻ്റെതാണ്. എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? അത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ്. ഭീകരവാഴ്ചയ്ക്ക് ശേഷം രൂപീകൃതമായ ഡയറക്ടറിയെ പുറത്താക്കിക്കൊണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. ഭീകരവാഴ്ചയ്ക്ക് ശേഷം രൂപീകൃതമായ ഡയറക്ടറിയെ എന്ത് ചെയ്തു? പുറത്താക്കി. അതിനുശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്യുകയാണ്? ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയാണ് 1799. ഫ്രഞ്ച് വിപ്ലവം നിർമ്മാർജ്ജനം ചെയ്ത് അധികാര വ്യവസ്ഥയെയും സാമൂഹ്യ ഘടനയെയും ഫ്രാൻസിൽ തിരികെ കൊണ്ടുവരാനും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ബ്രിട്ടന്റെ നേതൃത്വത്തിൽ മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ശ്രമിച്ചു. എന്താ ചെയ്തത്? ഫ്രഞ്ച് വിപ്ലവം നിർമ്മാർജ്ജനം ചെയ്തിട്ട് അധികാര വ്യവസ്ഥയെയും സാമൂഹ്യ ഘടനയെയും ഫ്രാൻസിൽ തിരികെ കൊണ്ടുവരാനും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേട്ടങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് ആരുടെ നേതൃത്വത്തിലാണ് ശ്രമിച്ചത്? ബ്രിട്ടന്റെ നേതൃത്വത്തിൽ മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ശ്രമിക്കുകയാണ്. ഈ യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. ബ്രിട്ടന് പുറമെ ഓസ്ട്രിയ, റഷ്യ, പ്രഷ്യ എന്നീ രാജ്യങ്ങൾ അടങ്ങുന്ന സഖ്യശക്തികളെ നെപ്പോളിയൻ എന്ത് ചെയ്യുകയാണ്? പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ ബ്രിട്ടന് പുറമെ ബാക്കി ഏതൊക്കെ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു? ഓസ്ട്രിയ, റഷ്യ, പ്രഷ്യ ഈ രാജ്യങ്ങൾ അടങ്ങുന്ന സഖ്യശക്തികളെ എന്ത് ചെയ്യുകയാണ്? നെപ്പോളിയൻ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം 1804. ആ വർഷങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്യാം. അപ്പോൾ ഭീകരവാഴ്ചയ്ക്ക് ശേഷം രൂപീകൃതമായ ഡയറക്ടറിയെ പുറത്താക്കിക്കൊണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം അത് 1804. ഇനി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഏകീകൃത യൂറോപ്പ് രൂപീകരിക്കുന്നതിനായി 1799 1815 ഇടയിൽ യൂറോപ്പിനെ ആകെ വിറപ്പിച്ച ധാരാളം യുദ്ധങ്ങൾ നെപ്പോളിയൻ നടത്തി. എന്താ ചെയ്തത്? ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഒരു ഏകീകൃത യൂറോപ്പ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് 1799 1815 ഇടയിൽ യൂറോപ്പിനെ ആകെ വിറപ്പിച്ച ധാരാളം യുദ്ധങ്ങൾ നെപ്പോളിയൻ നടത്തി. സ്പെയിന്, റഷ്യ, റൈൻ പ്രദേശം, കോർസിക്ക, പോളണ്ട്, നേപ്പിൾസ് തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹം ആധിപത്യം സ്ഥാപിച്ചു. എവിടെയൊക്കെ? സ്പെയിന്, റഷ്യ, റൈൻ പ്രദേശം, കോർസിക്ക, പോളണ്ട്, നേപ്പിൾസ് ഈ രാജ്യങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ആധിപത്യം സ്ഥാപിക്കുകയാണ്. നെപ്പോളിയൻ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ബ്രിട്ടനെ സാമ്പത്തികമായി കീഴടക്കിയാൽ യൂറോപ്പിന്റെ മേൽ ആധിപത്യം നേടാം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്താ ചെയ്തത്? ബ്രിട്ടനെ സാമ്പത്തികമായിട്ട് കീഴടക്കുകയാണെങ്കിൽ യൂറോപ്പിന്റെ മേൽ എന്ത് ചെയ്യാം? ആധിപത്യം നേടാം എന്ന് നെപ്പോളിയൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബ്രിട്ടനെതിരെ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കി. ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ 1806 അദ്ദേഹം ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചത്. ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ ഏത് വർഷം? 1806 നെപ്പോളിയൻ ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക രംഗത്ത് ബ്രിട്ടനെതിരായി യൂറോപ്പിലെ മറ്റ് രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെ? ഈ ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ സാമ്പത്തിക ഉപരോധങ്ങൾ 1800
അദ്ദേഹം ഔപചാരികമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞല്ലേ. സാമ്പത്തിക രംഗത്ത് എന്താണ് ബ്രിട്ടനെതിരായി യൂറോപ്പിലെ മറ്റ് രാഷ്ട്രങ്ങളെ അണിനിരത്തുക എന്നതായിരുന്നു ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എന്നാൽ യൂറോപ്പിനെ മുഴുവൻ അധീനതയിലാക്കാൻ നെപ്പോളിയന് കഴിയാതിരുന്നതിനാൽ ഇത് പരാജയപ്പെട്ടു. ലോകത്ത് സമുദ്രാധിപത്യം കൈയടക്കിയിരുന്ന ഇംഗ്ലണ്ട് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ചു. ലോകത്തിൽ സമുദ്രാധിപത്യം ആരുടെ കീഴിലായിരുന്നു? ഇംഗ്ലണ്ടിന്റെ കയ്യിലായിരുന്നു. അവരെന്ത് ചെയ്തു? ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന പ്രഖ്യാപനത്തിലൂടെ ഫ്രാൻസിനെ ഉപരോധിച്ചു. ഓർഡേഴ്സ് ഇൻ കൗൺസിൽ. അങ്ങനെ നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ ഒന്ന് നോക്കാം. കർഷകരെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് കൃഷിഭൂമിയുടെ ഉടമകളാക്കി. എന്താ ചെയ്തത്? കർഷകരെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് കൃഷിഭൂമി ഉടമകൾ ആക്കി. കർഷകർക്ക് കൃഷിഭൂമിയുടെ ഉടമകളാക്കി കൊടുത്തു. അങ്ങനെ പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട്, അതായത് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായിട്ട് റോഡുകൾ നിർമ്മിച്ചു. ഒരുപാട് റോഡുകളൊക്കെ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. എങ്ങനെ? പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രഭുക്കന്മാരോടും പുരോഹിതന്മാരോടുമൊപ്പം സമൂഹത്തിൽ ഇടപെടാൻ മധ്യവർഗത്തിനും അവസരം ലഭിച്ചു. ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അപ്പം ആ സിങ്കിങ് ഫണ്ട് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കാത്തോലിക്ക സഭയെ സർക്കാർ നിയന്ത്രണത്തിലാക്കി. പൊതുവിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ കടമയാക്കി മാറ്റി. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. ഫ്യൂഡൽ ഭരണരീതിയിൽ നിന്ന് റിപ്പബ്ലിക്കൻ ഭരണരീതിയിലേക്കുള്ള മാറ്റം കൊണ്ടുവന്നു. ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് റിപ്പബ്ലിക്കൻ ഭരണ വ്യവസ്ഥയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക് നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ. ഒന്ന്, കർഷകരെ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് കൃഷിഭൂമിയുടെ ഉടമകളാക്കുകയാണ്. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡ് നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി കൊടുത്തു. പ്രഭുക്കന്മാരോടും പുരോഹിതന്മാരോടും ഒപ്പം സമൂഹത്തിൽ ഇടപെടാൻ ആർക്കും അവസരം ലഭിക്കുകയാണ്? മധ്യവർഗത്തിനും. ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. ബാങ്ക് ഓഫ് ഫ്രാൻസിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. കാത്തോലിക്ക സഭയെ സർക്കാർ നിയന്ത്രണത്തിലാക്കി. പൊതുവിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ കടമയാക്കി. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കുകയാണ്. ഫ്യൂഡൽ ഭരണരീതിയിൽ നിന്ന് റിപ്പബ്ലിക്കൻ ഭരണരീതിയിലേക്കുള്ള മാറ്റം അങ്ങനെ നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി വാട്ടർലൂ യുദ്ധം. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. അല്ലെ? അങ്ങനെ ഓരോന്നോരോന്നും ആക്രമിച്ച് നെപ്പോളിയൻ എന്ത് ചെയ്യുക? കീഴടക്കാണ്. ഇത് നെപ്പോളിയന്റെ ഈ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയായിരുന്നു അവർ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയന്ന രാജാക്കന്മാർ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ നെപ്പോളിയനെതിരെ ഒന്നിച്ചു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. വർഷം നോക്കുക, 1815. അല്ലെ? നമ്മള് നെപ്പോളിയൻ അധികാരത്തിൽ വന്നതൊക്കെ പറഞ്ഞല്ലോ. 1804 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ച വർഷം. അതുപോലെ ഭീകരവാഴ്ചയ്ക്ക് ശേഷം രൂപീകൃതമായ ഡയറക്ടറിയെ പുറത്താക്കിക്കൊണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത് 1799 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർലോ യുദ്ധത്തിന് 1815 നടന്ന വാട്ടർലോ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുകയാണ്. ഇനി വിയന്ന സമ്മേളനം. നെപ്പോളിയന്റെ പരാജയം രാജവാഴ്ചയുടെയും പ്രഭുവർഗത്തിന്റെയും വിജയമായിട്ട് മാറുകയാണ്. നെപ്പോളിയൻ മാറ്റിമറിച്ച യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യാണ്? വിയന്നയിൽ ചേർന്ന സമ്മേളനം തീരുമാനമെടുത്തു. വിയന്ന സമ്മേളനം അങ്ങനെ 1815 തന്നെയാണ് വിയന്ന സമ്മേളനം നടന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നെപ്പോളിയൻ മാറ്റിമറിച്ച യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും
പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വിയന്നയിൽ ചേർന്ന സമ്മേളനമാണ് വിയന്ന സമ്മേളനം 1815. ഇതിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേർണിക് ആണ്. ആരാണ്? ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേർണിക് ആണ് ഈ വിയന്ന സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത്. ഈ സമ്മേളനം യൂറോപ്പിന്റെ ദേശീയതയെയും ജനാധിപത്യത്തെയും നിഷേധിക്കുകയും എന്താ ചെയ്തത്? ഈ വിയന്ന സമ്മേളനം പറയുന്നത് യൂറോപ്പിന്റെ ദേശീയതയെയും ജനാധിപത്യത്തെയും നിഷേധിക്കുകയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ നിരാകരിക്കുകയും ചെയ്തു. ഈ സമ്മേളനം യൂറോപ്പിന്റെ ദേശീയതയെയും ജനാധിപത്യത്തെയും നിഷേധിക്കുകയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ നിരാകരിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വിയന്ന സമ്മേളനത്തിന് ശേഷം എന്താ ചെയ്തത്? ഭിന്നിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോ നെപ്പോളിയന്റെ പരാജയം രാജവാഴ്ചയുടെയും പ്രഭുവർഗത്തിന്റെയും വിജയമായിട്ട് മാറി എന്ന് പറഞ്ഞു. നെപ്പോളിയൻ മാറ്റിമറിച്ച യൂറോപ്യൻ രാഷ്ട്രീയ ഭൂപടത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ വിയന്നയിൽ ചേർന്ന സമ്മേളനമാണ് 1815 വിയന്ന സമ്മേളനം എന്ന് പറയുന്നത്. അങ്ങനെ അതിന് നേതൃത്വം കൊടുത്തത് ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിക് ആയിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ഈ സമ്മേളനം യൂറോപ്പിന്റെ ദേശീയതയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്ത് ചെയ്യാണ്? ദേശീയത, ജനാധിപത്യത്തെയൊക്കെ നിഷേധിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ നിരാകരിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ പിന്നെ ഭിന്നിക്കാനായിട്ടില്ല. ഈ വിയന്ന സമ്മേളനത്തിന് ശേഷം അവരുടെ ഉദ്ദേശം നടന്നു, ഭിന്നിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മെറ്റേണിക് വ്യവസ്ഥ, ന്യായദീക്ഷ അഥവാ ലെജിറ്റിമസി, അതുപോലെ പുനഃസ്ഥാപനം, റീസ്റ്റോറേഷൻ, നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ എന്നിവയായിരുന്നു മെറ്റേണിക് തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ന്യായദീക്ഷ അഥവാ ലെജിറ്റിമസി, അതുപോലെ പുനഃസ്ഥാപനം, ന്യായദീക്ഷ, പുനഃസ്ഥാപനം, നഷ്ടപരിഹാരം, ന്യായദീക്ഷ, ലെജിറ്റിമസി, പുനഃസ്ഥാപനം, അതുപോലെ റീസ്റ്റോറേഷൻ, നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ, ഇവയായിരുന്നു മെറ്റേണിക് തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. നെപ്പോളിയന്റെ ആക്രമണങ്ങളിൽ രാജ്യഭരണം നഷ്ടപ്പെട്ട ഭരണാധികാരികളെ പുനഃസ്ഥാപിക്കാനും നെപ്പോളിയന്റെ പതനത്തിനായി പ്രയത്നിച്ചവർക്ക് പ്രതിഫലം നൽകാനും നെപ്പോളിയനെ സഹായിച്ചവരുടെ രാജ്യങ്ങൾ പങ്കിട്ടെടുക്കാനും ഈ സമ്മേളനം തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ നെപ്പോളിയന്റെ ആക്രമണങ്ങളിൽ രാജ്യഭരണം നഷ്ടപ്പെട്ട ഭരണാധികാരികളെ പുനഃസ്ഥാപിക്കുക, അതുപോലെ നെപ്പോളിയന്റെ പതനത്തിനായിട്ട് പ്രയത്നിച്ചവർക്ക് എന്ത് ചെയ്യുക? പ്രതിഫലം നൽകുക, നെപ്പോളിയനെ സഹായിച്ചവരുടെ രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്? പങ്കിട്ടെടുക്കുക. ഇതൊക്കെയാണ് ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചത്. ഫ്രാൻസ് അല്ല, നെപ്പോളിയനാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണക്കാരൻ എന്ന് വാദിച്ച താലേറ, ആരാണ്? താലേറ എന്ന ഫ്രഞ്ച് നയതന്ത്രജ്ഞൻ ഫ്രാൻസിനെ വിഭജന ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. ഫ്രാൻസ് അല്ല, നെപ്പോളിയനാണ് എല്ലാ യുദ്ധങ്ങൾക്കും കാരണക്കാരൻ എന്ന് ആര് വാദിക്കുകയാണ്? താലേറ. ഓക്കെ, താലേറ എന്ന ഫ്രഞ്ച് നയതന്ത്രജ്ഞനാണ്. പിന്നെ ആ നയതന്ത്രജ്ഞൻ എന്ത് ചെയ്യുകയാണ്? താലേറ ഫ്രാൻസിനെ വിഭജന ശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. ഓക്കെ, 100 ബയോണേറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അഡീഷണൽ ആണ്. നോക്കുക, 100 ബയോണേറ്റുകളാണ് 100 ബയോണേറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് 4 പത്രങ്ങൾ, ഇങ്ങനെ പറഞ്ഞത് നെപ്പോളിയനാണ്. ഇനി എന്താണ്? 1769 ഓഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപിലാണ് നെപ്പോളിയൻ ജനിച്ചത്. അപ്പൊ നെപ്പോളിയൻ എന്ന് പറഞ്ഞാല് ജനനം 1769 ഓഗസ്റ്റ് 15 ഏത് ദ്വീപിലാണ്? കോഴ്സിക്ക ദ്വീപ്. 1769 ഓഗസ്റ്റ് 15 കോഴ്സിക്ക ദ്വീപിലാണ് നെപ്പോളിയൻ ജനിച്ചത്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നല്ല രാഷ്ട്രത്തെ തരാമെന്ന് പ്രസ്താവന നെപ്പോളിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PYക്കാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നല്ല രാഷ്ട്രത്തെ തരാം എന്ന പ്രസ്താവന നെപ്പോളിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. ലൂയി 14 സൺ കിങ് എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി. സൺ കിങ് എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി അത് ലൂയി 14 ഓക്കെ, ഇനി ഫ്രാൻസിലെ രാജപക്ഷക്കാരെ എല്ലാം 1792 സെപ്റ്റംബർ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ കുപ്രസിദ്ധമായത്. ഫ്രാൻസിലെ രാജപക്ഷക്കാരെ എല്ലാം എന്ത് ചെയ്യുകയാണ്? 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്തു. ഈ സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ കുപ്രസിദ്ധമായത്. 1733 പ്രസിദ്ധീകരിച്ച ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചത് വോൾട്ടയർ ആണ്. 1733 പ്രസിദ്ധീകരിച്ച
ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാണ്? വോൾട്ടെയർ ആണ്. 1733 പ്രസിദ്ധീകരിച്ച ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചതാരാ? വോൾട്ടെയർ ആണ്. വോൾട്ടെയർ ആണ് ഫിലോസഫിക്കൽ ലെറ്റേഴ്സ് എന്ന പുസ്തകം. ഏത് വർഷമാണ്? 1733. ഇനി 1789 നാഷണൽ അസംബ്ലി പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം 17 ആണ്. 1789 നാഷണൽ അസംബ്ലി പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം 17 ആണ്. ഫ്രാൻസിന്റെ മൊത്തം കാലഘട്ടത്തെ നമുക്ക് 4 റിപ്പബ്ലിക്കായി തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാം റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ 1792 മുതൽ 1804 വരെയാണ്. 1792 മുതൽ 1804 വരെ. രണ്ടാം റിപ്പബ്ലിക് 1848 മുതൽ 1852 വരെ. 48 to 52. മൂന്നാം റിപ്പബ്ലിക് 70 940. 1870 മുതൽ 1940 വരെ. നാലാം റിപ്പബ്ലിക് 1946 മുതൽ 1958 വരെയാണ്. ഓക്കെ, അപ്പൊ ഫ്രാൻസിന്റെ മൊത്തം കാലഘട്ടത്തെ 4 റിപ്പബ്ലിക്കായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാം റിപ്പബ്ലിക് 1792 മുതൽ 1804 വരെ. 1792 1804. പിന്നെ 1848 മുതൽ 1852 വരെ. മൂന്നാം റിപ്പബ്ലിക് 1870 മുതൽ 1940 വരെ. 1870 മുതൽ 1940 വരെയാണ് മൂന്നാം റിപ്പബ്ലിക്. ഓക്കെ, പിന്നെന്താണ്? 1946 മുതൽ 1958 വരെയാണ് നാലാം റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് ചിന്തകരും ആശയങ്ങളും. വോൾട്ടെയർ നോക്കാം നമുക്ക്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടെയർ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, പള്ളികളെ നിശിതമായി വിമർശിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ വോൾട്ടെയർ എന്തൊക്കെയാ ചെയ്തത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, പള്ളികളെ നിശിതമായി വിമർശിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോയോ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടെയർ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ എന്താണ് പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വ്യക്തിയാണ് 1789 മനുഷ്യാവകാശ പ്രഖ്യാപനം, അതായത് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ദ സിറ്റിസൺ. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് റൂസോയുടെ ആശയങ്ങളെയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്കലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഇത് പിവയ്ക്കാണ്. അതുപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. അതും ചോദിച്ചിട്ടുള്ളതാണ്. ആര്? റൂസോ അല്ലെ. സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കായി ജനങ്ങൾ ഏർപ്പെട്ട ഒരു കരാറിന്റെ ഫലമാണ് രാഷ്ട്രം എന്ന് സാമൂഹിക ഉടമ്പടി എന്ന ഗ്രന്ഥത്തിലൂടെ വാദിച്ചു. അതായത് സോഷ്യൽ കോൺട്രാക്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കായി ജനങ്ങൾ ഏർപ്പെട്ട ഒരു കരാറിന്റെ ഫലമാണ് രാഷ്ട്രം. സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് ജനങ്ങൾ ഏർപ്പെട്ട ഒരു കരാറിന്റെ ഫലമാണ് രാഷ്ട്രം എന്ന് സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക ഉടമ്പടി എന്ന ഗ്രന്ഥത്തിലൂടെ റൂസോ വാദിച്ചു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടേണ്ടവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടു. ഭരിക്കുന്നവരുടെയും ഭരിക്കപ്പെടേണ്ടവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടു. ഇനി റൂസോയുടെ പ്രധാന രചനകളാണ് എമിലി, ചോദിച്ചിട്ടുള്ളതാണ്. കുംഭസാരം, പിന്നെ സാമൂഹിക ഉടമ്പടി. ഏതൊക്കെയാണ്? എമിലി ശാസ്ത്ര പുസ്തകമാണ്, കുംഭസാരം, പിന്നെ സാമൂഹിക ഉടമ്പടി അല്ലെ. ഇത് എന്താണ്? മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിൽ എമിലിയും സോഷ്യൽ കോൺട്രാക്ട് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ വോൾട്ടെയർ പറഞ്ഞു, റൂസോ പറഞ്ഞു. ഇനി മോണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം രചിച്ചു. എന്താണ്? നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഓക്കെ.
ഓക്കെ. അപ്പോൾ മോണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം രചിച്ചു. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഓക്കെ. ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേര് പൗരനായ ടിപ്പു, സിറ്റിസൺ ടിപ്പു എന്ന പേര് ആര് സ്വീകരിക്കുകയാണ്? ടിപ്പു സുൽത്താൻ സ്വീകരിക്കുകയാണ്. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരായിരുന്നു സിറ്റിസൺ ടിപ്പു അഥവാ പൗരനായ ടിപ്പു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നട്ടത് ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് ക്ലബായ ഏതില് ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് ക്ലാസ് കേൾക്കാത്തവർ ആദ്യം അത് പോയി കേൾക്കുക കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനങ്ങൾ എന്തൊക്കെയായിരുന്നു? പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഇത് ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. യൂറോപ്പിൽ എന്താണ്? ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയ വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്നത് ആരുടെ ആശയമാണെന്ന് ചോദിച്ചിരുന്നു. എങ്ങനെ? വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക. ഈ ആശയം റൂസോയുടേതാണ്. വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം എന്താണ്? ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഇതായിരുന്നു. എന്താണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇനി 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതില് താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 കൊടുത്തിട്ടുള്ളത് ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. ഓക്കെ. ദേശീയ പരമാധികാരമെന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2 സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഓക്കെ. ഈ 2 പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദേശീയ പരമാധികാരമെന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി എന്ത് ചെയ്തു? അവകാശപ്പെട്ടു. അത് ശരിയാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഇതില് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു. ടെയ്ലി, ടിറ്റെ, ഗബല്ലോ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. അല്ലെ? അതെന്താണ്? അതും ശരിയായിട്ടുള്ളതാണ്. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ഇത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവ കാലത്തെ എന്താണ്? വിമതരുടെ ജേണലായിരുന്നു. അതും ശരിയായിട്ടുള്ളതാണ്. ഈ പ്രൈഡ് പെർജ് ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെന്താണ്? അത് ഇവിടെ ശരിയായിട്ടുള്ളതല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ ഈസ് അസോസിയേറ്റഡ് വിത്ത്. The Declaration of the right of man and the citizen is associated with. ഇപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? ഏതാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി SCERT പാഠപുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കാം. ഫ്രഞ്ച് വിപ്ലവം, ഞാനാണ് രാഷ്ട്രം
രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇത് പറഞ്ഞത് ആരാ? ലൂയി 14 അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പഠിച്ചിട്ടുണ്ട്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? അത് പറഞ്ഞത് മേരി അന്റോയിനറ്റുമാണ്. വേഴ്സായി കൊട്ടാരക കണ്ടോ? ഓക്കെ. പിന്നെ ഭീകരവാഴ്ച 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. 1793 ജൂലൈയിൽ എന്താണ് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാന്റൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും ഗില്ലറ്റിൻ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്താണ് അങ്ങനെ നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ പെടുന്നു. ലൂയി 16 ഭാര്യയായിരുന്നു അന്റോയിനറ്റ്. ഓക്കെ. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്ന് അറിയപ്പെടുന്നു. ഇനി നെപ്പോളിയൻ നമ്മളിപ്പോൾ പഠിച്ചത് ടെക്സ്റ്റിൽ കൊടുത്ത കാര്യങ്ങളാണ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചു. ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഈ ഫ്രഞ്ച് വിപ്ലവം ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ആവുകയും ചെയ്തു. അതുപോലെ രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനമായിരുന്നു. പിന്നെ 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൺ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു. ഏതാ വർഷം? 1789 ജൂലൈ 14 എന്ത് ചെയ്തു? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർനിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ഏത് രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ? ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുന്നത്. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് എന്ത് ചെയ്യുക? ഈ 2 ക്ലാസ് പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. പിന്നെ ഇന്ന് ഈ പാർട്ട് 2ന്റെ എക്സാം 5 മണിക്ക് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അതും കൂടെ പോയി അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ശരി. താങ്ക് യു.